സംസ്ഥാന പോലീസ് സേനയിൽ കാലോചിതമായ മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണനല്ലൂരിൽ പുതിയ പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന ജനങ്ങളുടെ പരാതികൾ സമയബന്ധിതമായി തീർക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. MLAയുടെ ആസ്തി വികസന നിധിയിൽ നിന്ന് 2 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. സംസ്ഥാന പോലീസ് സേനയിൽ കാലോചിതമായ മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണനല്ലൂരിൽ പുതിയ പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പോലീസ് സ്റ്റേഷനുകളിലെത്തുന്ന ജനങ്ങളുടെ പരാതികൾ സമയബന്ധിതമായി തീർക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിലിട്ടിരിക്കുന്ന വിവിധ കേസുകളുടെ ഭാഗമായി പിടിച്ചെടുത്ത വാഹനങ്ങൾ നീക്കം ചെയ്ത് ഓഗസ്റ്റ് 15ഓടെ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും നവീകരിക്കും. കൂടുതൽ ജനസൗഹൃദമാക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ വിപുലമാക്കും. പോലീസ് സേനയുടെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള പദ്ധതികളും സജീവ പരിഗണനയിലാണ്. രാജ്യത്തെ പോലീസ് സേനകളിൽ ഏറ്റവും മികച്ച വേതന സേവന വ്യവസ്ഥകൾ കേരള പോലീസിലാണ്. ലഹരി വിപത്തിനെ ചെറുക്കാൻ ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചു. പൊതുജന പിന്തുണയോടെ മുന്നേറുന്ന ക്യാമ്പയിനിലൂടെ 5000ഓളം പേരെ അറസ്റ്റ് ചെയ്തു. 4500ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. 40 കോടിയുടെ ലഹരി പദാർത്ഥങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പിടിച്ചെടുത്തു. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന രാസലഹരിയെ ചേർക്കാൻ അവിടുത്തെ സർക്കാർ പോലീസ് സംവിധാനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുകയാണ്. ലഹരി വിപത്തിനെതിരെ കലാകായിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ ഈ കുട്ടികളുടെ ജീവിതം ഇങ്ങനെ പുകച്ചു കളയാനുള്ളതാണോ? അവരുടെ ഭാവിയെ പറ്റി ഓർത്ത് അമ്മമാർ വേദനിക്കുന്നു, മാതാപിതാക്കൾ വേദനിക്കുന്നു. ഇതിന് അന്ത്യം ഉണ്ടാകണമെന്ന് കരുതിയാണ് നമ്മൾ ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചത്. കേരളത്തിൽ നിന്ന് ലഹരിയുടെ വേരറക്കുന്നത് വരെ ഈ പദ്ധതിയുമായി കേരള പോലീസ് മുന്നോട്ട് തന്നെ പോകും. എന്നോട് ഫൈസൽ കുളപ്പാടം പറയാം, രാവിലെ ഇപ്പൊ കച്ചവടം, പക്ഷെ വെളുപ്പിനെ കച്ചവടം നടത്തുകയും രാത്രി കച്ചവടം നടത്തുകയും ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞു. കണ്ണനല്ലൂരാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അതൊന്നും രാത്രി അല്ല പകലാണ് പോലീസ് പിടിച്ചിരിക്കും. പോലീസിന് രാത്രിയും പകലൊന്നുമില്ല, അവർ പിടിച്ചിരിക്കും. ഒരു സംശയവും വേണ്ട. ഇത് അവസാനിപ്പിക്കാതെ ഞങ്ങൾ പുറകോട്ട് പോകില്ല എന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ഇത് തലമുറയെ രക്ഷിക്കാനുള്ളതാണ്, നാടിനെ രക്ഷിക്കാനുള്ളതാണ്. എന്റെ തമിഴ്നാട്, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനത്തെ DGP-മാരുടെ യോഗം ഉണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം വൈകിയത്. അതാണ് DGP വരാഞ്ഞത്. എല്ലാ സംസ്ഥാനങ്ങളുടെയും DGP-മാർ പറഞ്ഞു, കേരളത്തിലെ ഓപ്പറേഷൻ തുഫാൻ വലിയ പരിപാടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ പോലും ഇതിന്റെ തരംഗങ്ങൾ ഉണ്ടാകുന്നു. ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളും ഇത് പിടിക്കാൻ നിർബന്ധിതരാണ്. ഞങ്ങൾ അതുകൊണ്ട് ജോയിന്റ് ഓപ്പറേഷൻ തെക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്ന ലഹരിയെ പരിപൂർണമായി നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഇന്നുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷത വഹിച്ചു. പോലീസ് സേനയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാന് കൂടുതൽ പൊതുജന പിന്തുണ ഉറപ്പാക്കും. സംസ്ഥാനത്തേക്ക് ഒഴുകുന്ന രാസലഹരിയുടെ വേരറക്കാൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ യുവജന പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുന്നത്. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ്, വൈസ് പ്രസിഡന്റ് ഗായത്രി ദേവി, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന നസുമുദ്ദീൻ ലബ്ബ, വൈസ് പ്രസിഡന്റ് R ശൈലജ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഫൈസൽ കുളപ്പാടം, സുമലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലാവണ്യ സജീവ്, മുബീന, S മഹേശ്വരി, ആസാദ്, തിരുവനന്തപുരം റേഞ്ച് DIG J ഹിമേന്ദ്രനാഥ്, കൊല്ലം അഡീഷണൽ SP JK ദിനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.